ഇന്ത്യയിൽ കോളിളക്കം സൃഷ്ടിച്ച മാലേഗാവ് സ്ഫോടന കേസിൽ 7 പ്രതികളെ മുംബൈയിലെ പ്രത്യേക NI കോടതി കുറ്റവിമുക്തരാക്കി. BJP മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്നിവരുൾപ്പെടെ ആർക്കെതിരെയും തെളിവില്ലെന്ന് NI കോടതി വിധിയിൽ പറയുന്നു. സെപ്റ്റംബർ 29 രാത്രി മുംബൈയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെ സാമുദായിക സംഘർഷ മേഖലയായ ബിക്കു ചൌക്കിന് സമീപം പുണ്യമാസമായ റംസാൻ ദിവസമാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കേസിലെ ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നും പ്രതി ചേർക്കപ്പെട്ടവർ സംശയത്തിന്റെ ആനുകൂല്യം അർഹിക്കുന്നുവെന്നും നിരീക്ഷിച്ച പ്രത്യേക കോടതി ജഡ്ജി AK ലഹോട്ടി മുഴുവൻ പേരെയും വെറുതെ വിടുകയായിരുന്നു. സ്ഫോടനത്തിനുപയോഗിച്ച മോട്ടോർ സൈക്കിൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റേതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ഉത്തരവിൽ ജഡ്ജി പറഞ്ഞു. RDX വീട്ടിൽ സൂക്ഷിച്ചതിന് തെളിവില്ലെന്നും പുരോഹിതിന്റെ ഒരു വിരലടയാളം പോലും ലഭിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ സ്ഫോടനത്തിൽ പ്രതിചേർത്ത നടപടിയും കോടതി തള്ളിക്കളഞ്ഞു. സംശയത്തിന്റെ പേരിൽ മാത്രം ഒരാളെയും കുറ്റവാളിയാക്കാനാകില്ലെന്ന് പ്രത്യേക കോടതി പറഞ്ഞു. ഭീകരതയ്ക്ക് മതമില്ലെന്നും എന്നാൽ വെറും ആരോപണത്തിന്റെ പേരിൽ ആരെയും ശിക്ഷിക്കാനാകില്ലെന്നും വിധി പ്രസ്താവത്തിൽ കോടതി കൂട്ടിച്ചേർത്തു. आज अपना निर्णय सुनाया है. इसमें सारे अभियुक्तों को निर्दोष मुक्त पाया है. इसके जो मूल बिंदु है वो यह है कि जो साध्वी प्रज्ञा सिंह ठाकुर की मोटरसाइकिल बताई गई थी वो उनकी मोटरसाइकिल वह इस्तेमाल कर रही थी या उनकी थी, ऐसा कोई भी पुख्ता सबूत പ്രോസിക്യൂട്ടിംഗ് ഏജൻസി ന്യായാലയ സാമനെ नहीं रख पाई है. കേസിൽ 7 പ്രതികളാണുണ്ടായിരുന്നത്. ഭോപ്പാലിൽ നിന്നുള്ള മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ, അന്ന് മിലിറ്ററി ഇന്റലിജൻസ് സേവനമനുഷ്ഠിച്ചിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത്, രമേശ് ഉപാധ്യായ, അജയ് രഹീർക്കർ, സുധാകർ ദ്വിവേദ്, സുധാകർ ചതുർവേദി, സമീർ കതുൽകർണി മുഴുവൻ പേരും കോടതി വിധിയോടെ കുറ്റവിമുക്തരായിരിക്കുകയാണ്. 17 साल के बाद जो फैसला आया है, हम तो उसको फैसला बोलते हैं. न्याय नहीं है, ये फैसला है. न्याय नहीं है, फैसला है. 17 साल का जो हमारा समय गया वो वापस कौन करेगा, इसकी भरपाई कौन करेगी, ये एक प्रश्न है. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ, UAPA, ഗൂഢാലോചന, കൊലപാതക ശ്രമം, ശത്രുത വളർത്തൽ, മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് പ്രതി ചേർക്കപ്പെട്ടവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇന്ത്യയുടെ ഹൃദയത്തിൽ മുറിവേറ്റ താജ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ATS തലവൻ ഹേമന്ത് കർക്കറെയാണ് മലേഗാവ് സ്ഫോടന കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത്. അഭിനവ് ഭാരത് എന്ന റാഡിക്കൽ ഗ്രൂപ്പിലെ അംഗങ്ങളും സ്ഫോടനത്തിന് പിന്നിലുണ്ടെന്ന കണ്ടെത്തൽ ആദ്യഘട്ട അന്വേഷണത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ 323 സാക്ഷികളെ വിസ്തരിച്ചു. പ്രതിഭാഗം 8 സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷൻ സാക്ഷികളിൽ 40 പേരെങ്കിലും കോടതിയിൽ കൂറുമാറി. തെളിവുകളായി 10,800-ലധികം രേഖകൾ കോടതിയിലെത്തി. 2021 പുരോഹിതിനു വേണ്ടി മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ മുകുൾ റോഹ്തഹി ഹാജരായ കേസാണിത്. പിന്നീട് റോഹ്തഹി വാദമൊഴിഞ്ഞു. 5 ജഡ്ജിമാർ പല ഘട്ടങ്ങളിലായി കൈകാര്യം ചെയ്ത ഏറെ പ്രത്യേകതകളുള്ള മലേഗാവ് സ്ഫോടന കേസിൽ 2023 ജഡ്ജി ലഹോട്ടി ചുമതലയേൽക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.